Morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 9th lecture of Income Tax Law and Practice, Module 1, Profit and Gains from Business or Profession. So we are dealing with the computation of business income. So in the last class, we computation of business income. So in the problem, so let's look into the question. From the profit and loss account for the relevant assessment year, compute income from business of Sri Babu Rao. Namukku P&L account aanu thandirikkunnathu. Debit side ulla items salaries 88,000, rent 42,000, general expenses 20,000, advertisement 25,000, legal expenses 15,000, goods and service tax 10,000, telephone expenses 12,000, gratuity paid 30,000, provision for bad debts 30,000, advance income tax 20,000, depreciation 38,000, office expenses 12,000, municipal tax for property let out 10,000, contribution to employees provident fund 6,000, credit side gross profit 3,80,000, sundry receipts 20,000, dividend 40,000, commission 30,000, bad debts recovered earlier allowed 10,000, rent of building let out 44,000. Total ennu parayunnathu 5,24,000 and the net profit is 1,66,000. Other informations are legal expenses were found to have been incurred for the registration of a business asset. Second one, 50% of the business premises were used for residential purposes. Then general expenses include a donation of rupees 10,000 towards Andhra Pradesh Chief Minister Relief Fund. Fourth one is expenses were paid in cash. That is underline cheyene. Advertisement expense were paid in cash. And the fifth one is allowable depreciation as per income tax rules is 46,000. So we are required to compute income from business for the assessment year 2020-21. So അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. നമുക്ക് ഡെബിറ്റ് സൈഡിൽ കുറേ ഐറ്റംസ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിൽ ഐറ്റംസ് ഉണ്ട്. ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഡെബിറ്റ് സൈഡ് നോക്കുക, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക, ദെൻ കം ടു ക്രെഡിറ്റ് സൈഡ്. ഫസ്റ്റ് ഡെബിറ്റ് സൈഡ്, സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക, പിന്നെ ക്രെഡിറ്റ് സൈഡിലോട്ട് പോകാം. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു റൈറ്റ് ദ ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. നമ്മൾ ആദ്യം എന്തെടുത്ത് എഴുതി? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് ഇസ് 1,66,000 നമ്മളെടുത്ത് എഴുതി. അത്ര എല്ലാവർക്കും അറിയാലോ. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ഡിസ്അലൗഡ് എക്സ്പെൻസസ്. ഡിസ്അലൗഡ് എക്സ്പെൻസസ് എവിടെ കാണും? P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്അലൗഡ് എക്സ്പെൻസസ്. അപ്പം നമുക്ക് ഓരോ ഐറ്റം ആയിട്ട് നോക്കാം. സാലറീസ് വേണ്ട, റെൻറ്റ് വേണ്ട, ജനറൽ എക്സ്പെൻസസ് വേണ്ട, അഡ്വർടൈസ്മെൻറ്റ് വേണ്ട, ലീഗൽ എക്സ്പെൻസ് വേണ്ട, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വേണ്ട, ടെലിഫോൺ എക്സ്പെൻസ് വേണ്ട. ഇതെല്ലാം എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടാത്തത്? ബിക്കോസ് ദീസ് ആർ ഓൾ ബിസിനസ് എക്സ്പെൻസസ്. ദെൻ ഗ്രാറ്റുവിറ്റി വേണ്ട, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് എന്താണ്? ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓൾ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് ആർ ഡിസലൗഡ് എക്സ്പെൻസ്. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമ്മൾ എഴുതി 30,000 rupees. Then advance income tax. So advance income taxum income taxuമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും എന്താണ്? ഡിസലൗഡ് എക്സ്പെൻസ് ആണ്, എക്സെപ്റ്റ് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്. ഇൻകം ടാക്സും അഡ്വാൻസ് ഇൻകം ടാക്സും ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ദാറ്റ് മീൻസ് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ് ആണ്. പക്ഷേ ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞൊരു ഐറ്റം വന്നാൽ എന്ന് വെച്ചാൽ, ഇൻകം ടാക്സ് പ്രൊസീഡിംഗ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായാൽ അത് നമ്മൾ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പോൾ ഓർത്തേക്ക്, നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം എഴുതുക ഇൻകം ടാക്സ് ഇസ് റിലേറ്റഡ് ടു
business, is not related to business, and provision for income tax is not related to business, but income tax proceeding is a business expense. Okay, so അപ്പോൾ നമ്മൾ അഡ്വാൻസ് ഇൻകം ടാക്സ് എത്ര എഴുതി? 20,000 എഴുതി. Then comes depreciation. Depreciation അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നെങ്കിൽ നോക്കുക. ഡിപ്രിസിയേഷൻ നമ്മുടെ എന്താണ്? ഒരു ബിസിനസ് എക്സ്പെൻസ് ആണ്. ദെൻ ഓഫീസ് എക്സ്പെൻസസ് ഓൾസോ ബിസിനസ് എക്സ്പെൻസ്. മുനിസിപ്പൽ ടാക്സസ് ഫോർ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്. മുനിസിപ്പൽ ടാക്സസ് ഇറ്റ്സ് എൻ എക്സ്പെൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമുക്കത് ഇവിടെ വേണോ? വേണ്ട. ബിക്കോസ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ആ മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യുക? അത് ആഡ് ചെയ്യുക 10,000. Then contribution to employees provident fund is also a disallowed expense. നമുക്ക് വേണ്ട. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ ഐറ്റംസ് എഴുതി? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 30,000, അഡ്വാൻസ് ഇൻകം ടാക്സ് 20,000 ആൻഡ് മുനിസിപ്പൽ ടാക്സ് 10,000. Then legal expenses were found to have been incurred for the registration of a business asset. ഇവിടെ പി ആൻഡ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഒരു ലീഗൽ എക്സ്പെൻസ് ഉണ്ട്. എമൗണ്ട് എത്രയാണ്? 15,000. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആ ലീഗൽ എക്സ്പെൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്? for the registration of a business asset. Business asset എന്ന് പറയുന്നത് it is a capital asset, and ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് കൊണ്ട് അത് നമ്മൾ ഇവിടെ എടുക്കത്തില്ല. ബിക്കോസ് ക്യാപിറ്റൽ അസറ്റ് ഏത് ഹെഡിലാണ് വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻ. ആർ യു ക്ലിയർ? ഇവിടെ ലീഗൽ എക്സ്പെൻസ് ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് നമ്മൾ ലീഗൽ എക്സ്പെൻസ് എന്ത് ചെയ്തത്? നമ്മൾ ലീഗൽ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നത് ആസ് ഡിസലൗഡ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ആ ലീഗൽ എക്സ്പെൻസ് അവിടെ കാണിക്കണോ? വേണ്ട. ലീഗൽ എക്സ്പെൻസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കൂടുകയോ കുറയോ? ഒരു എക്സ്പെൻസ് ആണ്. ഒരു എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കൂടും. സോ ആ കൂടിയ നെറ്റ് പ്രോഫിറ്റ് കാണാൻ ആ ഐറ്റം എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. സോ ആ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലീഗൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എ ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ഈ ഹെഡിലല്ല വരുന്നത്. ക്യാപിറ്റൽ അസറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ. സോ ഈ ലീഗൽ എക്സ്പെൻസ് നമ്മൾ ബിസിനസ് എക്സ്പെൻസുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ക്യാപിറ്റൽ ഗെയിൻ. സോ ഈ ലീഗൽ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക ആസ് ഡിസലൗഡ് എക്സ്പെൻസ്. Then 50% of the business premises was used for residential purpose. അപ്പോൾ ബിസിനസ് പ്രിമിസസിൻ്റെ 50% എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ, എൻ്റെ ഒരു ബിൽഡിങ് പകുതി ഞാൻ താമസിച്ചു, പകുതി എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്തു. യു ക്ലിയർ? പകുതി ഞാൻ താമസിച്ചു, പകുതി എൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്താൽ അവിടെ ഒരു റെൻ്റ് എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ ഐറ്റം കണ്ടോ? 42,000. ആ റെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള റെൻ്റാണ് തന്നേക്കുന്നത്. നമുക്കതിൽ റെസിഡൻഷ്യൽ പോർഷൻ വേണോ? വേണ്ട. 42ൻ്റെ പകുതി എന്ന് പറയുന്നത് 21,000. ദാറ്റ് ഇസ് റെൻറ്റ് റെസിഡൻഷ്യൽ പർപ്പസ് 42 ഇൻറ്റു 1/2 21,000 നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ബിക്കോസ് ഈ 21,000 ഇസ് റിലേറ്റഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ആർ യു ക്ലിയർ? ദിസ് റെൻറ്റ് ഇസ് റിലേറ്റഡ് ടു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ ഈ റെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എക്സ്പെൻസ് അല്ല, അതൊരു വേറെ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. സോ നമ്മൾ അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി 21,000 മാത്രമേ ഉള്ളൂ എന്ത്? ബിസിനസ് എക്സ്പെൻസ്. സോ അത് ആഡ് ചെയ്തു. ജനറൽ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡൊണേഷൻ of 10,000 rupees. നമ്മൾ പറഞ്ഞു all charities and donations are disallowed expenses. All charities and donations are disallowed expense. So ഇവിടെ ജനറൽ എക്സ്പെൻസ് ഒരു 20,000 ഉണ്ടോ? അതിൽ 10,000 എന്ന് പറയുന്നത് എന്താണ്? ഡൊണേഷൻസ് ആണ്. സോ ഡൊണേഷൻ ഒരു ഡിസലൗഡ് എക്സ്പെൻസ് അല്ലേ? അപ്പോൾ ആ 10,000 നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, ആ ജനറൽ എക്സ്പെൻസ് 20,000-ൽ 10,000 ഇസ് റിലേറ്റഡ് ടു ഡൊണേഷൻ. ആ ജനറൽ എക്സ്പെൻസ് 20,000-ൽ 10,000 ഇസ് റിലേറ്റഡ് ടു ഡൊണേഷൻ. സോ ഈ 10,000 നമ്മൾ മാറ്റി. പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? കൂടും. കൂടി നെറ്റ് പ്രോഫിറ്റ് കാണാൻ ആ 10,000 എന്ത് ചെയ്യുക? കൂട്ടുക. ആർ യു ക്ലിയർ? ദെൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വേ പെയ്ഡ് ഇൻ ക്യാഷ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എനി എക്സ്പെൻസസ് വിച്ച് ഇസ് പെയ്ഡ് ഇൻ ക്യാഷ് എക്സീഡ് ₹10,000 ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസസ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുത്ത് അതിൽ 20,000-ൽ കൂടിയാൽ അതെന്താണ്? ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസസ്. സോ ആ 10,000 ദാറ്റ് മീൻസ് എമൗണ്ട് എത്രയാണ്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 25,000 ആണ്. ആ 25 rupees നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക ആസ് ഡിസലൗഡ് expenses. Any expenses paid in cash exceed ₹10,000 is a disallowed expense. Then allowable depreciation as per income tax rules is 46,000.
അപ്പോൾ നോക്കിക്കോ, ഡിപ്രീസിയേഷന് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം ഡിപ്രീസിയേഷൻ ഒരു ബിസിനസ് എക്സ്പെൻസ് ആണല്ലോ. അപ്പം നമ്മളത് എടുക്കുമോ? ഇല്ല. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് എത്രയായിരിക്കണം? 46,000 ആയിരിക്കണം. ബട്ട് ഡിപ്രീസിയേഷൻ എത്രയേ ഉള്ളൂ? 38,000 ഉള്ളൂ. ഇനി എത്രയും കൂടെ ആഡ് ചെയ്യണം? 8,000 കൂടെ അവിടെ കൂട്ടണം. ഒരു എക്സ്പെൻസ് 8,000 കൂടെ കൂട്ടുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൂടുമോ കുറയോ? നെറ്റ് പ്രോഫിറ്റ് കുറയും. ഒരു 38,000ൻ്റെ 8,000 കൂടെ നമ്മളവിടെ വന്നു. അവിടെ എത്ര ആയിരുന്നു മൊത്തം വരേണ്ടത്? 46,000 വരണം. 38,000 ഉള്ളൂ. സോ 8,000 കൂടെ അവിടെ വരണ്ടേ? അങ്ങനെ 8,000 കൂടെ വരണമെങ്കിൽ 8,000 കൂടെ വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും? കുറയും. സോ അതിന് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ദാറ്റ് ഇസ് 46,000 മൈനസ് 38,000 8,000. ക്ലിയർ? അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും ആഡ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ ഐറ്റം എടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കാതിരിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ എന്ത് ചേഞ്ചസ് വരുമോ നോക്കുക, അത് അവിടെ അപ്ലൈ ചെയ്യുക. ഇവിടെ ഡിപ്രീസിയേഷൻ എടുത്തപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തു? കുറച്ചു. ഏത് എമൗണ്ട് ആണ്? അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കുറച്ചത്. നോട്ട് ഇറ്റ്, ഡിഫറൻസ് ആണ് നമ്മൾ കുറച്ചത്. ദെൻ ക്രെഡിറ്റ് സൈഡിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം തീർന്നു. സോ നമ്മൾ ലീഗൽ എക്സ്പെൻസ് ആഡ് ചെയ്തു because it is related to capital asset. Then 50% of rent നമ്മൾ ആഡ് ചെയ്തു, that is 21,000. Then general expense include donation 10,000 നമ്മൾ ആഡ് ചെയ്തു. Advertisement was paid in cash എന്ന് പറഞ്ഞതുകൊണ്ട് exceed rupees 10,000 ആയതുകൊണ്ട് നമ്മൾ 25,000 rupees ആഡ് ചെയ്തു. Then debit credit സൈഡിൽ gross profit നമുക്ക് വേണ്ട, sundry expenses, dividend is coming under income from other source. നമ്മൾ എഴുതി dividend 40,000. Then commission വേണ്ട, balance recovered allowed earlier അതുകൊണ്ട് വേണ്ട. Then rent of building let out is coming under the head income from house property. So അതുകൊണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതുക other sources. സോ ഇവിടെ എഴുതുക റെന്റ് ഹൗസ് പ്രോപ്പർട്ടി. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് ഹെഡിലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. സോ ഹൗസ് പ്രോപ്പർട്ടി. സോ ദ ഡിപ്രീസിയേഷൻ നമ്മൾ ലെസ് ചെയ്തു. സോ ഇത്രയും കൂടെ നമ്മൾ ലെസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 1,33,000 ഇസ് ദി എമൗണ്ട് ഓഫ് ബിസിനസ് ഇൻകം. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചോണം, കാരണം ഇതിനകത്ത് കുറച്ച് ഏറെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ തരാവും. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നത്തെയും പോലെ തന്നെ ഇത് ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക, പിന്നെ ആൻസർ എഴുതുക, ഒരു പ്രാവശ്യം എഴുതി എന്നെ ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് with today's lecture. This is Asha SP signing off from Bosco Campus Vision.